കാന്തപുരം സുന്നി വോട്ടുകൾ എത്ര ശതമാനം യു ഡി എഫിന് കിട്ടി? അതായത് 100 കാന്തപുരം AP അനുഭാവികളുടെ അവരിൽ എത്ര പേര് യു ഡി എഫിന് വോട്ട് ചെയ്തു? ഇതൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ വേങ്ങരയിൽ ഇത് 8% എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു മാറ്റത്തിന് എന്താണ് കാരണം എന്നൊരു സ്വാഭാവികമായിട്ടും പലർക്കും ചോദ്യം ഉണ്ടാവും. ഏതായാലും നമ്മളൊക്കെ ക്ലിയർ ആയിട്ട് ബൂത്ത് തലം വരെ പഠിച്ചിട്ട് മനസ്സിലാണ്ട് 8%-ലേറെ വോട്ടുകൾ വേങ്ങരയിലെ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ UDFന് ഏതായാലും കിട്ടിയിട്ടില്ല. 8%-ലേറെ ഇല്ല. അതന്നെ ഈ 8% എന്നുണ്ട് AP വിഭാഗം കോൺഗ്രസ്സുകാരായ ഉറച്ച UDFകാരായ ആളുകളെ വോട്ട് മാത്രമാണ് UDFന് കിട്ടിയത്. അപ്പോൾ ഇനി മലപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഏകദേശം 45%-ഓളം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ 85,000 വോട്ട് ലീഡ് വരണമെങ്കിൽ ഒരു സംശയമില്ല കുഞ്ഞാലിക്കുട്ടിക്ക് AP വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ തിരുവങ്ങാടിയിലൊക്കെ അന്വേഷിച്ചാൽ അവിടെ കാന്തപുരം സുന്നി വിഭാഗത്തിന് ശക്തമായ വോട്ട് ബാങ്കുള്ള സ്ഥലങ്ങളിൽ പോലും UDFന് പലയിടത്തും ലീഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നൊക്കെ ആറ്റിക്കുറുക്കി നമ്മളൊക്കെ അവിടെ സ്ഥിരം സന്ദർശിക്കുന്ന ആളായി. ഇന്ന് മനസ്സിലാക്കേണ്ടത് ഏകദേശം 40%-ഓളം വോട്ട് AP വിഭാഗത്തിന്റെ വോട്ടുകൾ UDFന് അവിടെയൊക്കെ വന്നിക്കണം എന്നുള്ള. ഇനിയിപ്പോ ഇതിലിപ്പോ അതിന്റെ ഇടയിൽ നിന്ന് പറയാനുള്ള കേട്ടോ, ഈ കാണുന്ന ഈ ശതമാനം അണികള് നേതൃത്വത്തിന് തള്ളിയതാണോ അതോ നേതൃത്വം പറഞ്ഞിട്ട് ചെയ്തതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് നേതൃത്വം ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തിട്ടും ഈ സമയത്ത് ഇടതുപക്ഷമല്ല വേണ്ടത്, UDF വരൽ നിർബന്ധമാണ് എന്ന് സ്വയം മനസ്സിലാക്കിയ അണികൾ നേതൃത്വത്തെ തള്ളിക്കാണ്ട് ചെയ്തതാണോ ഈ ശതമാനം എന്നുള്ളതും ഒരു സംശയമുണ്ട്. കാരണം കൃത്യമായിട്ട് ഇവരെ പറഞ്ഞിട്ടില്ല ആർക്കാണ് പിന്തുണ എന്ന് ഒരു ഇത് കിട്ടുന്നില്ല. ഞങ്ങൾ ഇന്ന ആൾക്കാണ് പിന്തുണച്ചെന്ന് വ്യക്തമായിട്ട് പറയാത്തോളം കാലം നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതായാലും മഞ്ചേശ്വരത്ത് 69% ഉള്ളത് ഏകദേശം ശരി തന്നെയാണ്. അവിടുത്തെ BJPന്റെ വോട്ടും ലീഗിന് കിട്ടിയ വോട്ടും അതിന്റെ ഇടയ്ക്ക് ഒരു ഭയം ഉണ്ടെങ്കിൽ BJPനായിട്ട് എന്തെങ്കിലും ഒത്തുകളി ഇവര് നടത്തുമെന്നൊക്കെ പലരും ഒരു റൂമറുകളൊക്കെ വന്നിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാന്തപുരം സുന്നി വോട്ടിന്റെ ഒരു 70%-ഓളം UDFനെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കുറച്ചൊക്കെ ഇടതുപക്ഷത്തിന് പോയിട്ടുണ്ടാകും. പക്ഷെ അതുപോലെ പേരാമ്പ്രയില് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അങ്ങനെ ഭയങ്കര പ്രചരണം മറ്റേതെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 20%-ലേറെ വോട്ട് പേരാമ്പ്രയില് AP വിഭാഗത്തിന്റെ വോട്ട് അധികം വീണിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള ക്ലിയറായ റിപ്പോർട്ടുകൾ വരുന്നത്. അത് പിന്നെ പല ഫത്വകളൊക്കെ ഇറങ്ങിയിന്. അത് അങ്ങനെയാണല്ലോ. മറ്റേ ലീഗ് ഒരു പെണ്ണിനെ നിർത്തിയാൽ പ്രത്യേകിച്ച് ഫത്വ, അല്ലെങ്കിൽ ലീഗ് ഒരു മുജാഹിദുകാരെ നിർത്തിയാൽ പ്രത്യേകിച്ച് ഫത്വ ഒക്കെ നാട്ടില് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങലുണ്ട്. അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. KP മജീദ് അല്ലെങ്കിൽ PMA സലാമൊക്കെ മത്സരിക്കുമ്പോൾ അവരും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് മത്സരിച്ചാല് അവര് മുജാഹിദ് ഇതൊന്നും പ്രശ്നമാവില്ല. UDFന്റെ ഭാഗമായിട്ട് മത്സരിച്ചാലാണ് അവരെ മുജാഹിദും ഇതൊക്കെ പുറത്തു വരല്. അപ്പൊ കേരളത്തിൽ ഏകദേശം 30% വോട്ട് AP വിഭാഗം സുന്നികൾ UDFന് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. UDFന് 30% വോട്ട് ചെയ്യുക പറഞ്ഞാല് വലിയ ഇതാണ്, വലിയ ഇതന്നെയാണ്, ചെറിയൊരു സംഭവമല്ല. കാരണം എന്ന് പറഞ്ഞാല് ഇടതുപക്ഷത്തിനോട് അങ്ങേയറ്റം ഒട്ടി നിൽക്കുന്ന ഇതാണെന്ന് എല്ലാവർക്കും അറിഞ്ഞാണ് AP വിഭാഗം സുന്നികള്. അവരിൽ തന്നെ നല്ല കുറെ ഒരു ശതമാനം SLVകൾ അറിയും, സ്ഥിരം ലീഗ് വിരോധികള്. ഇന്ത്യയൊക്കെ കാഴ്ചയിൽ ആ SLVകൾ ഏകദേശം മലപ്പുറം ഈ ഭാഗത്തൊക്കെ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മലപ്പുറത്തിന് പുറത്തുണ്ട് സ്ഥിരം ലീഗ് വിരോധികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം. അതില് കാന്തപുരം സുന്നി വിഭാഗം ഉണ്ട്. പക്ഷെ അവര് ഈ പ്രാവശ്യം എന്തായാലും പല ലീഗിന്റെ പ്രവർത്തകരും സമ്മതിച്ചിട്ടില്ല, അവര് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ ചെയ്യാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് വരൂല. കാരണം പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ മങ്കടയായാലും ഏത് മണ്ഡലമായാലും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഒരു സംശയമില്ല. കാന്തപുരം സുന്നി വിഭാഗം ഒരു പങ്ക് വെച്ചിട്ടുണ്ട്. അവിടെ കിടക്കുന്ന പോയിന്റ് എന്താ വെച്ചാല് അണികൾ നേതൃത്വത്തിലുള്ള അവര് സ്വയം തീരുമാനം എടുത്താണ് ചെയ്തതാണെന്നുള്ള ചോദ്യം. അത് ഈ ഒരിക്കലും അവർക്ക് തന്നെ അറിയുള്ളൂ, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്